ശബരിമലയിൽ ജീവനക്കാരുടെ പണമിടപാടുകളിൽ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്നതാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം രൂപ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം ചെയ്തു എന്നതാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിനുള്ള ഉത്തരവ് വരുന്നത്. രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, കോടതിക്ക് മുന്നിലുള്ള റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? ഈ അന്വേഷണത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? മകരവിളക്ക് സീസണിൽ ശബരിമലയിൽ ജോലി ചെയ്ത ജീവനക്കാരുടെ പണമിടപാടുകളിൽ വലിയ തോതിലുള്ള സംശയങ്ങളുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ അത്തരത്തിലുണ്ട് എന്ന സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വന്നത്. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ദേവസ്വം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോടാണ് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ ദേവസ്വം ഒരു അന്വേഷണം അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ. അതിൽ ഏകദേശം 14,08,880 രൂപ ഈ കുറഞ്ഞ കാലയളവിൽ, അതായത് ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ പോസ്റ്റ് ഓഫീസ് വഴി മണി ഓർഡറായി അവിടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പണം എങ്ങനെയാണ്? ഒന്ന്, ഇതിൽ ശമ്പളം മാത്രമാകാൻ സാധ്യതയില്ല, മറ്റേതെങ്കിലും തരത്തിലൂടെ കിട്ടിയ പണമായിരിക്കാം. അപ്പോൾ ഈ സ്ഥിരം ജീവനക്കാരും അതോടൊപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരും ഒക്കെ സംശയത്തിന്റെ നിഴലിലാണ്. ഒരു ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസ് നടന്നു എന്ന തലത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. മാത്രമല്ല 25,000-ന് മുകളിൽ പണം അയച്ച 5 പേരെ സ്പോട്ട് ഔട്ട് ചെയ്തിരുന്നു. അതിൽ ഒരാൾ 1,38,000-ഓളം രൂപയാണ് അയച്ചത്, മറ്റൊരാൾ 1,07,000-ഓളം രൂപയാണ് അയച്ചത്. അപ്പോൾ ഈ പണം എവിടെ നിന്നാണ് വന്നത്, ഇതിന്റെ സ്രോതസ് അല്ലെങ്കിൽ ഉറവിടം എവിടെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയകരമാണ്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല അവിടെ മുഴുവൻ ജീവനക്കാരുടെ പട്ടിക എടുക്കാനും അതോടൊപ്പം ഈ ഇവർക്ക് നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ഈ പറയുന്ന ബാങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ വഴി നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അതിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കാനും ഒക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 11 ഈ കേസ് വീണ്ടും ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഈ ദേവസ്വം വിജിലൻസ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി എടുക്കുന്ന നടപടികൾ ഇതൊക്കെ നിർണായകമായിരിക്കും. ശരി, വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് ശബരിമല വിഷയത്തിൽ വീണ്ടും ഉണ്ടാകുന്നു. മറ്റൊരു അന്വേഷണത്തിന് കൂടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി.